എന്തൊക്കെയാണല്ലേ? ഒരു ഐസ്ക്രീമുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഐസ്ക്രീം ഇരുന്ന് എന്നുള്ള പ്രധാനമുണ്ടോ? പക്ഷെ പല കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോട്ടലിൽ ഒരു ഐസ്ക്രീം ഇപ്പോൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ബീച്ചിന്റെ അടുത്തുള്ള സൈഡിലൊക്കെ ഉള്ള ഹോട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ ഐസ്ക്രീം വാങ്ങിക്കണമെങ്കിൽ ആ ഐസ്ക്രീം തിന്നാൻ ഒരു കുടൊക്കെ വെച്ചിട്ട് അതിന്റെ താഴത്ത് 4 സ്റ്റൂളൊക്കെ വെച്ചിട്ട് കണ്ടോ? അങ്ങനെ ഉണ്ടായ അതൊരു സർവീസാണ്. ആ ബിസിനസ്സിനും ഉണ്ട് എന്ത് സർവീസ് ഉണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു, ലാഭം ഉണ്ടാക്കാൻ മാത്രമല്ല അതിന്റെ കൂടെ എന്തുണ്ട്? സർവീസാണ്, സേവനം ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നത് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് താഴെ വെച്ചോ. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് താഴെ വെച്ചോ. ബിസിനസിന്റെ സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എനിക്ക് ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ ആൻഡ് ഇറ്റ് ഫങ്ഷൻസ്. കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇത് നമ്മൾ ബാങ്കിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. വാണിജ്യ ബാങ്കുകൾ, അതിന്റെ ഫങ്ഷൻസ്, ധർമ്മങ്ങളാണ്. ഫങ്ഷൻസ് ആണ് മലയാളം ധർമ്മങ്ങൾ. രണ്ടാമത്തത് ഈ ബാങ്കിങ്, ഇതെല്ലാവരും പറയാമോ? ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലേ? തേർഡ് വൺ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ. ഇൻഷുറൻസ് പ്രിൻസിപ്പിൾ, ഇൻഷുറൻസ് ആൻഡ് പ്രിൻസിപ്പിൾ. ഇല്ല, പഠിക്കാണ്ട് ഇൻഷുറൻസ് ഓഫീസിലാണോ? ഇൻഷുറൻസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ്. വെയർഹൗസിംഗ്, 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 ശേഖരണോ? വെയർഹൗസിംഗ് അതിന്റെ ടൈപ്പ്, അതിന്റെ ടൈപ്സും ഓക്കെ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 4 കാര്യങ്ങൾ കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, അതുപോലെ ഇ ബാങ്കിങ്. അത് ഞാൻ ഇ ബാങ്കിങ് പറയാം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലേ? ഇ ബാങ്കിങ്. ബാങ്കിങ് ഞാൻ നേരത്തെ ബാങ്ക് ഉണ്ടോന്ന് ചോദിച്ചില്ലല്ലോ. ബാങ്കിലുള്ള ആളുകൾക്കൊക്കെ ബാങ്കിന്റെ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടോ? ആരുടെ കയ്യിലുണ്ട്? അപ്പൊ എല്ലാ ബാങ്കിനും ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കഴിയും. മൊബൈൽ, ഫെഡ് മൊബൈൽ, ഫെഡറൽ ബാങ്ക് ആണ്, ഫെഡ് മൊബൈൽ ഉണ്ട്. SBI ആണ്, യോനോ ഉണ്ട്. IDB ബാങ്ക് ആണ്, അതിന്റെ IB എന്ന് പറഞ്ഞൊരു അങ്ങനെ കുറെ ബാങ്ക് ഉണ്ട്, ഇഷ്ടംപോലെ ബാങ്ക്. ഗ്രാമീണ ബാങ്കിൽ വരെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അല്ലാണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയാ അറിയോ? ഗൂഗിൾ പേ ഉണ്ട് അല്ലേ? ഫോൺ പേ എനിക്കൊന്നും കാണാത്ത ആരെങ്കിലുണ്ടോ? ഗൂഗിൾ പേ ഒക്കെ എല്ലാവരും കണ്ടല്ലേ? ഫോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, Paytm ഉണ്ട്, ആമസോൺ പേ ഉണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്, ഡിമാറ്റ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? സ്കാൻ ചെയ്തിട്ട് QR കോഡ് ആയില്ലേ? അത് ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഈ ബാങ്കിങ് എന്ന് പറഞ്ഞ മേഖല എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഉള്ളത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് കേട്ടില്ല എന്താണല്ലേ? ഇൻഷൂർ പാർട്ടി ഉണ്ടാവും, ഇൻഷുർഡ് പാർട്ടി. 2 ആളുകൾ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആ ഇൻഷുറൻസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ എന്തുണ്ട് മേഖലകൾ പറയാനുണ്ട്. അത് ഈ കൊമേഴ്സ് അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. പിന്നെ നമ്മൾ പഠിക്കാനുള്ളതിൽ എന്താണ് ലാസ്റ്റ് പറഞ്ഞെന്താ? അവസാനം പറഞ്ഞേ വെയർഹൗസിംഗ് അല്ലേ? അവിടെ നേരത്തെ പറഞ്ഞു ശേഖരണം അല്ലേ? വെയർഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്, ഗോഡൌൺ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് കുറച്ച് ടൈപ്പുകൾ ഉണ്ട്. അതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്, ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പൊ നിങ്ങളെ കയ്യിൽ ഫോക്കസ് ഏരിയ ആ ഭാഗമല്ലേ, അതിന് കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഫസ്റ്റ് എഴുതിക്കോ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണുള്ളത്. എന്താണ് നിങ്ങളുടെ ഫോക്കസ് ഏരിയ? എന്താ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ എഴുതി? വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതന്നെ, പണവും വായ്പയും കൈകാര്യം ചെയ്യുന്ന. അതിലുണ്ടെങ്കിൽ എഴുതണ്ട, അതിൽ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ, വായിച്ചിട്ടോ അണ്ടർലൈൻ ചെയ്തോ. പണവും അതുപോലെ പിന്നെന്താ കൈകാര്യം ചെയ്തോ, അണ്ടർലൈൻ ചെയ്തോ. അല്ല കിട്ടിയില്ല, പൈസ കൊടുക്കണ്ട. എത്ര പേര് കൈകാര്യം ചെയ്യുന്ന ബാങ്കുകളാണല്ലേ? കുറച്ച് കാര്യം പറയാൻ പോലെ കൊമേഴ്ഷ്യൽ ബാങ്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് കാര്യം പറയാൻ പോലെ ശ്രദ്ധിച്ചോ, നോക്കിക്കോ. കൊമേഴ്ഷ്യൽ ബാങ്ക് പറഞ്ഞാൽ ബാങ്ക് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ.
ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ ഒരു സ്ഥാപനമാണ് ഡീലിംഗ് മണി ആൻഡ് ക്രെഡിറ്റ് അല്ലേ. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ ബാങ്ക് പറഞ്ഞാല് പൈസ കൈകാര്യം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനമാണ് അല്ലേ. അതുപോലെ ക്രെഡിറ്റ് പറയുന്നുണ്ട് കേട്ടോ, ഡീലിംഗ് ഇൻ മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ദിസ് ആർ ഗവേൺഡ് ബൈ ഇന്ത്യൻ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949. 1949 ഇന്ത്യൻ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് എന്ന പ്രകാരമുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഡീലിംഗ് മണി പൈസ കൈകാര്യം ചെയ്യുകയും അതുപോലെ ക്രെഡിറ്റ് കടം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു സ്ഥാപനമാണ് ബാങ്ക് എന്ന് പറയുന്നത്. അതിൽ പ്രൈവറ്റ് ബാങ്ക് ഉണ്ട്, പബ്ലിക് ബാങ്ക് ഉണ്ട് അല്ലെ. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്താണെന്ന് അറിയില്ലേ? എന്താ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ സ്വകാര്യ ബാങ്കുകൾ. ഏതൊക്കെ സ്വകാര്യ ബാങ്കുകൾ ICICI അല്ലേ, ഫെഡറൽ ബാങ്ക്, SBI സ്വകാര്യ ബാങ്കാണ്. SBI ഫുൾ ഫോം എന്താ? സ്വകാര്യ ബാങ്കാണ്. ആക്സിസ് ബാങ്ക് പറയാം അല്ലേ. പിന്നെ ഫെഡറൽ ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, പ്രൈവറ്റ് ബാങ്കുകൾ ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എക്സാമ്പിൾ എഴുതാൻ അറിയില്ലേ? പബ്ലിക് ബാങ്കുകൾ ഏതൊക്കെയുണ്ട്? പിന്നെ ഗ്രാമീണ ബാങ്ക്, കേരള ബാങ്ക്, ഇവന്റെ ബാങ്കും ദാനിഷിന്റെ ബാങ്ക്. ആർക്ക് എന്താ ഗവൺമെന്റിന്റെ ബാങ്കാ. പോസ്റ്റ് ഓഫീസില് വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനല്ല. ആ പൈസ എന്ന് പറയുന്നത് അതിന് ATM കിട്ടിയില്ല, ATM കിട്ടില്ല. ആ ATM ഉണ്ട്. ആ പോസ്റ്റ് ഓഫീസിൽ പൈസ ഇടാൻ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി എവിടുന്ന് വേണമെങ്കിലും പൈസ എടുക്കാം. നല്ല ബാങ്കുമാണ്. അതിൽ ചാർജ് ഒന്നും പിടിക്കില്ല. നിങ്ങൾ കിട്ടുമല്ലോ, ഫെഡറൽ ബാങ്ക് ആയാലും SBI ആയാലും ഏത് ബാങ്കായാലും നിങ്ങൾ നോക്കണ്ടി. കൊല്ലത്തിൽ ഒരിക്കൽ 350 രൂപ പിടിച്ചു. എന്തിനാ അറിയോ? SMS ചാർജ്, ATM ചാർജ് നടക്കും. 350 രൂപ അങ്ങനെ പിടിച്ചു. അതെന്തായാലും പിടിച്ചു. പിന്നെ സീറോ ബാലൻസിലാണ് അക്കൗണ്ടിലെ, സീറോ ബാലൻസിന് അക്കൗണ്ട് ഉണ്ട്. മാത്രല്ല അതിലെത്തില്ല, യാതൊരു ചാർജും പിടിക്കില്ല പോസ്റ്റ് ഓഫീസിന്റെ ബാങ്ക്. ഞാനുണ്ടാക്കി, എനിക്ക് അക്കൗണ്ട് ഉണ്ടായാലും ഞാൻ നോക്കിയല്ല. പ്രശ്നം എന്താണെന്നറിയോ, പൈസ ഡെപ്പോസിറ്റ് എങ്ങനെ ഏത് പോസ്റ്റ് ഓഫീസിൽ പോയി പൈസ നിങ്ങളെ ബാങ്കിൽ സീറോ ബാലൻസ് ആണെങ്കിൽ അത് ഞങ്ങൾക്ക് പൈസ കൊടുത്തില്ല. പക്ഷെ സീറോ ബാലൻസ് അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ നടന്നില്ല, അതായത് ഒരു മാസത്തിൽ 2000 രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നില്ലെങ്കിൽ അതിന് ചാർജ്. ഇനി ഇപ്പൊ നിങ്ങൾ എന്തായാലും ഞാൻ പേപ്പർ വായിച്ചോ, ബാങ്കുകാരെ ATM-ൽ ഇപ്പോ ഫെഡറൽ ബാങ്കിന്റെ ATM കൂടെ ഉണ്ടെങ്കിൽ ആ ATM-ൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യും, അതിന് ഫൈൻ കൊടുക്കും. അത് വായിച്ചില്ല? നമ്മൾ സാധാരണ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ATM എടുക്കുന്ന സ്ഥലത്ത് പൈസ ഇല്ല, കാർഡുകൾ കൊടുക്കും. അങ്ങനെ ഒരു ATM-ൽ പൈസ ഇല്ലെങ്കിൽ ആ ഏത് ബാങ്കിന്റെ ATM ആണോ അതിന് പൈസ കൊടുക്കും. അങ്ങനെ സംവിധാനം എന്തായാലും മിഞ്ഞാന്ന് പേപ്പറിൽ വായിച്ചതാണ്. നിങ്ങൾ വായിച്ചോ? ഏത് ബാങ്കും ഓക്കെ തന്നെ എഴുതിക്കോ. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണുള്ളത് അതിലുണ്ടല്ലോ, ഇതല്ലോ ഞാൻ വായിച്ചാ പോരെ. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താ ഇങ്ങനെ പറയുന്നത്, പണവും കൈകാര്യം ചെയ്യുന്ന വാണിജ്യ ബാങ്കുകളാണ് എന്ത് പറഞ്ഞത്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞത്, 949 ഞാൻ പറഞ്ഞ 949 ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ വേറെ എന്താ അറിയുന്നത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പറഞ്ഞത്, പണവും അതുപോലെ വായ്പയും കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്ക് എന്ന് പറഞ്ഞത്. പക്ഷെ വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ, അത് പറയുന്നില്ല. വാണിജ്യ ഒന്ന് വായിച്ചു നോക്കി, പറയുന്നില്ല. വാണിജ്യ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊക്കെ നടത്തുന്നത് എന്താ, കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ 100 രൂപക്ക് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങി നമ്മൾ ഗൂഗിൾ പേ വഴി എന്ത് ചെയ്ത് ആ പൈസ അയച്ചു കൊടുത്തു. അതെന്താ, വാണിജ്യ ആവശ്യങ്ങളാണ്. നമ്മൾ സാധനം വാങ്ങി പൈസ കൊടുത്തു അല്ലേ. പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ വാണിജ്യം എന്ന് പറയുന്ന കച്ചവടമാണ് നടന്നത്. അപ്പൊ അതിന്റെ പൈസ പോകുന്ന ഏത് അക്കൗണ്ടിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്നാണ്. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ അതിലെന്താ പറയുന്നത്, അതിന്റെ എന്ത് പഠിക്കാനാ പറയുന്നത്, നെക്സ്റ്റ് എന്താ പറയാ, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലേ. പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്, സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. അതെങ്ങനെ ചിത്രമായിട്ടാണോ തന്നങ്ങളിൽ ഒരു ചിത്രം നിന്നോ, അല്ല ഫോക്കസ് ഏരിയയിൽ നിന്നോ?
ഇല്ല. ഒരു കാര്യം ചെയ്തോ, ഒരു പെൻസിലോ പേന എന്തോ എടുത്തിട്ട് ഒന്ന് വരച്ചു വെച്ചോ. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇപ്പൊ നോട്ട്ബുക്കിൽ തന്നെ ആയിരിക്കും. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ധർമ്മങ്ങളല്ലേ? ആ ധർമ്മങ്ങൾ. രണ്ട് ഫങ്ഷൻസ് ആണ് കേട്ടോ. രണ്ട് ഫങ്ഷൻസ് ആണ്. അതൊക്കെ പ്രൈമറി സെക്കൻഡറി ആണ്. അതിന്റെ അടിയിലാണ് വരുന്നത്. എങ്ങനെ? ഓക്കെ. പ്രൈമറി ഫങ്ഷൻസ് സെക്കൻഡറി ഫങ്ഷൻസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരട്ടോ. ഇവിടെ പ്രൈമറി ഫങ്ഷൻസ് കൊടുക്കാം, ഇവിടെ സെക്കൻഡറി ഫങ്ഷൻസ് കൊടുക്കാം. പ്രാഥമികം, പ്രാഥമിക, രണ്ടാമത്തെ എന്താ? ദ്വിതീയം. എഴുതിയോ? വേഗം വരക്ക്. പ്രാഥമികം, ദ്വിതീയം. പ്രൈമറി സെക്കൻഡറി കണ്ടില്ല. ചാർട്ട് വരക്ക. ചാർട്ട് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ആ ധർമ്മങ്ങൾ. എന്നിട്ട് ആദ്യത്തേത് എന്ത് ചെയ്യാ? പ്രാഥമിക ധർമ്മം. രണ്ടാമത്തേത് ദ്വിതീയ ധർമ്മം. പ്രൈമറി സെക്കൻഡറി. അതിൽ പ്രൈമറി നമ്മൾ പറയാൻ പോകട്ടെ. എല്ലാവർക്കും അറിയാം, നേരത്തെ പറഞ്ഞു. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഏത് പറഞ്ഞിട്ട് കൊടുത്തോ? പ്രൈമറിന്റെ താഴത്ത് ഏന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. എന്താ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് പറഞ്ഞാല്? ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. മലയാളം കേട്ടോ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. അതൊരു പ്രൈമറി ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ്, ധർമ്മമാണ്. നമ്മൾ കൊടുക്കുന്ന പൈസ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് പ്രൈമറി ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ്. രണ്ടാമത്തേത് ലെൻഡിങ് ഓഫ് മണി. നിക്ഷേപങ്ങൾ സ്വീകരിച്ചാൽ മാത്രം പോലെ എന്തുകൂടി വേണം? പണം വായ്പ കൊടുക്കുക. അത് പി എന്ന് പറഞ്ഞിട്ടിരിക്കും. പണം വായ്പ കൊടുക്കുക. ലെൻഡിങ് ഓഫ് മണി. സെക്കൻഡറി ഫങ്ഷൻസിലേക്ക് പോവാം. സെക്കൻഡറി ഫങ്ഷൻസ് എന്താ? ഏജൻസി സർവീസ്. ഏജൻസി. ഏജൻസി സർവീസ്. മലയാളം അങ്ങനെ തന്നെ. സഹായങ്ങൾ. മലയാളം അങ്ങനെ തന്നെ. രണ്ടാമത്തത് സേവനങ്ങൾ. ഏജൻസി സേവനങ്ങൾ മതി. രണ്ടാമത്തത് ജനറൽ യൂട്ടിലിറ്റി സർവീസ്. സാധാരണ ജനലുള്ള സർവീസുകൾ. ഇല്ലേ? അത് ഞാൻ ചിത്രമായിട്ട് വരച്ചെന്നുള്ളൂ. സേവനങ്ങൾ. ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ദ്വിതീയത്തിലായിട്ട് പ്രൈമറി സെക്കൻഡറി രണ്ടും വെവ്വേറെയാണ്. അതായത് രണ്ട് ഫങ്ഷൻസാണ്. ഈ ഒന്നാമത്തെ ഫങ്ഷൻസ് എല്ലാ ബാങ്കിലും ഉണ്ടാകണം. എല്ലാ ബാങ്കും കൊമേഴ്ഷ്യൽ ബാങ്ക് മാത്രമല്ല, എല്ലാ ബാങ്കിലും ഉള്ള സാധനം. പൈസ സ്വീകരിക്കുകയും പൈസ കൊടുക്കലും. രണ്ടാമത് പറഞ്ഞ ഏജൻസി സർവീസ്. അത് ചിലപ്പോൾ എന്ത് ചെയ്യുള്ളൂ? കൊമേഴ്ഷ്യൽ ബാങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത് പറയുന്നത് ജനറൽ യൂട്ടിലിറ്റി. എല്ലാ ബാങ്കിലും ഉണ്ടാകുന്ന സംവിധാനമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ. ഇതിൽ ജനറൽ യൂട്ടിലിറ്റി സർവീസ് ഒന്ന് വായിച്ചു നോക്കും. നിങ്ങൾ തന്നില്ലേ? ഒക്കെ തരിക. ആ ജനറൽ യൂട്ടിലിറ്റി സർവീസ് ഒന്ന് വായിച്ചു നോക്ക്. അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്ക്. ATM, ചെക്ക്, പാസ്ബുക്ക് ഒക്കെ ഉണ്ടോ നോക്ക്. ഈ ബാങ്കിലോ ജനറൽ യൂട്ടിലിറ്റി സർവീസ് അതിൽ എന്തൊക്കെയല്ലേ? മാത്രമേ ഉള്ളൂ. നോക്കട്ടെ. ജനറൽ യൂട്ടിലിറ്റി സർവീസ് നിങ്ങൾക്ക് തന്നെ ATM കാർഡ്, നിങ്ങൾക്ക് തന്നെ പാസ്വേഡ്, അതായത് ഞാൻ ഇപ്പൊ കാണിച്ചില്ലേ ഓൺലൈൻ ആയിട്ട് അത്, പിന്നെ ചെക്ക് ബുക്ക്, പാസ്ബുക്ക്, അതൊക്കെ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആണ് കേട്ടോ. ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഇ ബാങ്കിങ് എഴുതുമോ? നിങ്ങളിലുള്ള മാത്രം പഠിച്ചാൽ മതി, നമുക്ക് സമയം കളയണ്ടല്ലോ. ഇ ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്കിങ് ആണ് ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇ ബാങ്കിങ് എഴുതുന്നല്ല, അടുത്തതാണ് അടുത്ത ഭാഗം. എഴുതണം. ഇ ബാങ്കിങ് ഇറ്റ് മീൻസ്, നേരെ താഴെ കേട്ടോ, ഇറ്റ് മീൻസ് ഇ ബാങ്കിങ് ഇറ്റ് മീൻസ് ഇലക്ട്രോണിക് ബാങ്ക് ഓർ ഇന്റർനെറ്റ് ബാങ്കിങ്. ഇലക്ട്രോണിക് ബാങ്ക് ഓർ ഇന്റർനെറ്റ് ബാങ്ക്.
ഇ ബാങ്കിങ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ബാങ്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് എന്നാകുന്നു. മലയാളം that any user can നേരെ താഴെ കേട്ടോ that any user can get connected bank website connected to the bank website. Any user can get connected to the bank website to the bank website to the bank website to perform banking operation operations and services the banking operation and services perform banking operations and services with the help of computer and mobile phone ആയിരിക്കും. മലയാളത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാം, മൊബൈൽ ഫോണോ കമ്പ്യൂട്ടർ ഫോണോ ഉപയോഗിച്ചിട്ട്, അതായത് മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ട് ഇടപാടുകൾ നടത്താനുള്ള സൗകര്യം ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടി കിട്ടും. നാട്ടിലേക്ക് ചെയ്തു മലയാളത്തിലുള്ള ആളുകൾ ഏതൊന്നും നിർബന്ധമില്ല, ഇംഗ്ലീഷിലെ ആളുകൾ ഇത് ഞാൻ പറയട്ടോ ഒന്നുകൂടി സിമ്പിൾ ആക്കിയിട്ട് പറയാണ്. കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിച്ചിട്ട് ഇതാണ് ഇന്റർനെറ്റ് ബാങ്കിങ് കേട്ടോ. ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഒരാള് പൈസ അയക്കാനോ പൈസ സ്വീകരിക്കാനോ ചെയ്യാവുന്ന സംവിധാനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിന്റെ സഹായത്തോടെ അത് സ്പെസിഫൈ ചെയ്ത് തന്നെ പറയണം കേട്ടോ. ഇന്റർനെറ്റിന്റെ സഹായം ഇല്ലാതെ നമുക്ക് ഇ ബാങ്കിങ് നടത്താൻ കഴിയൂല. ഞാനിപ്പോ കാണിച്ചു തന്നു, നെറ്റിലായ എന്ത് ചെയ്യില്ല, നമ്മളെ ആപ്പ് ഓപ്പൺ ആവില്ല. അതുകൊണ്ട് നെറ്റ് ഉണ്ടായാലും നിർബന്ധമാണ്, ഇന്റർനെറ്റ് നിർബന്ധമാണ്. അതാണ് ഇലക്ട്രോണിക് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി അതിന്റെ സർവീസസ് ഉണ്ട്, ഇ ബാങ്കിങ്ങിന്റെ സർവീസസ് ഉണ്ട്. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്, ഇ ബാങ്കിങ്ങിന്റെ സർവീസസ് ഓഫ് ഇ ബാങ്കിങ്. താഴെ എന്തൊക്കെയാ പറയുന്നത്, ഫസ്റ്റ് വൺ ഓട്ടോമാറ്റിക് ATM പറയുന്നില്ലേ, ATM അതൊക്കെ സർവീസസ് ആട്ടോ ഇ ബാങ്കിങ്ങിന്റെ. എങ്ങനെ അക്കൗണ്ട് പരിശോധിക്കാം, ATM കിട്ടൂലേ. അതുപോലെ EFT ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, അത് എഴുതിച്ചോ എല്ലാവരും. EFT അത് നോട്ട് ബുക്കിൽ എഴുതിക്കോ. EFT ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, EFT ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. Electronic fund transfer. POS point of sale. Next one, POS point of sale. EFT പറയാൻ കാണിച്ചു അയൽമണിക്ക് അത് പറയുന്നത് point of sale എന്ന് പറഞ്ഞാൽ എന്താണ് POS point of sale. Next EDI electronic data interchange. Electronic data interchange. Electronic data interchange. Credit card, debit card. Credit card, debit card. ഈ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നമ്മുടെ ഡിഫറൻസ് എന്താ അറിയോ? ക്രെഡിറ്റ് കാർഡ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ബാങ്കിന്റെ സ്പെഷ്യൽ കസ്റ്റമേഴ്സിന് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ആ ബാങ്കുകാർക്ക് അറിയുന്നത് ഇയാൾക്ക് ഒരു മാസം 10,000 20,000 കട കൊടുത്ത് വിചാരിച്ചിട്ട് അടക്കൂല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അതായത് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളില്ലേ, അവർ ബാങ്കിന്റെ സ്പെഷ്യൽ കസ്റ്റമേഴ്സോ, അവർക്ക് എന്തായാലും ക്രെഡിറ്റ് കാർഡ് കൊടുക്കും. ഡെബിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് ബാങ്കിന്റെ അക്കൗണ്ടിൽ എല്ലാവർക്കും കിട്ടും. അതാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞത്. നമ്മളൊക്കെ കിട്ടുക ഏതാ, ഡെബിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് വേണം, ബാങ്കിലെ ട്രാൻസാക്ഷൻ കൂടി കഴിഞ്ഞാൽ അവർ വിളിക്കും നമ്മളെ, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് ചോദിക്കും. അതാണ് ഇപ്പൊ ഏകദേശം ബാങ്കുകാരൊക്കെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കേണ്ടത് ഒരു മാസം 10,000 20,000 ഒക്കെ. അത് നമുക്ക് എന്താ അഡീഷണൽ ആയിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നീട് അടുത്ത മാസം നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ
പലിശ അടക്കം ആ അക്കൗണ്ടിലേക്ക് നമ്മൾ നിക്ഷേപിക്കണം. അത് ഡിജിറ്റൽ ആക്കണം എന്ന് പറയുന്നത് അല്ലേ? ഇന്ത്യയിൽ മൊത്തം ഡിജിറ്റലൈസ് ആക്കണം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടോ? പേടിഎം ആരാ ആപ്ലിക്കേഷൻ ആരോ? പേടിഎം ആരാ? ഇന്ത്യൻ ആപ്ലിക്കേഷൻ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ കുറെ സാധനങ്ങൾ ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ എന്തുണ്ട് നമ്മൾ ഡിജിറ്റലൈസ് ആയി പോയി. നമ്മൾ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് പൈസ പോക്കറ്റിൽ ഇടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പൈസ ഇല്ല നമ്മുടെ ഫോൺ ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എവിടുന്ന് വേണമെങ്കിലും ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും അല്ലേ? അതാ ഉദ്ദേശിച്ചോ കേട്ടോ. പിന്നെ ഈ ബാങ്കിങ് പ്രൊവൈഡ് 24/7 24 മണിക്കൂറും 7 ദിവസവും പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അപ്പൊ ആ പോയിന്റുകൾ നോക്കട്ടോ. ബെനിഫിറ്റ് ഓഫ് ഈ ബാങ്ക് നിങ്ങൾ ഏൽപ്പിച്ചിട്ട് നോക്കൂലേ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താ? ഇൻഷുറൻസ് നോക്കി കേട്ടോ. ഇൻഷുറൻസ് എന്ന് പറയും ഇത് ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ നടയും ഇൻഷുറൻസ് ഒരു ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കേണ്ടത് എല്ലാ എക്സാമിനും. ഇതുവരെ കഴിഞ്ഞ എക്സാമിന് മുഴുവൻ ചോദിച്ചിട്ടുള്ള മേഖലയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസിന് കുറെ പറയാണ്ട്, ഇൻഷുറൻസിന്റെ ടോപ്പിക്കുകൾ കുറെ പറയാണ്ട്. അപ്പൊ ഏറ്റവും ചുരുക്കി ഞാൻ പറയാൻ പോകാൻ ശ്രദ്ധിച്ചോ, നല്ലോണം ശ്രദ്ധിച്ചോ. അതിന് മുന്നേ എല്ലാവരും